ആരംഭിച്ചിരിക്കുകയാണ്. പോലീസ് തന്നെ എഫ്ഐആർ തള്ളിക്കളയുന്നതിലേക്ക് കാര്യങ്ങൾ എത്തിച്ചിരിക്കുന്നത്. ഇന്നലെ വൈകിട്ടാണ് ഈ സംഭവം മുഖത്തിലുണ്ടാകുന്നത്. യുവാവിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു, തുറന്ന് വിട്ടയക്കുകയും ചെയ്തത്. ആദ്യ ഘട്ടത്തിൽ കേസ് രജിസ്റ്റർ ചെയ്തിട്ടില്ല. പിന്നീട് മാധ്യമ വാർത്തകൾ വന്നതിന് പിന്നാലെയാണ് ഈ പോലീസ് കേസെടുത്തത്. കേസിൽ പറയുന്നത് എഫ്ഐആറിൽ പറയുന്നത് ഈ ടോൾ ബൂത്തിനരികെ നിന്ന് കുറ്റം ചെയ്യണമെന്ന് ഉദ്ദേശത്തോടെ നിന്ന യുവാവ് പോലീസിനെ കണ്ടപ്പോൾ ഓടിപ്പോകാൻ ശ്രമിച്ചു. തുടർന്ന് പോലീസ് ഇയാളെ പിടികൂടി. ഇയാൾ മറ്റൊരു കുറ്റം ചെയ്യാതിരിക്കാനായി ഇയാളെ കസ്റ്റഡിയിൽ എടുത്തു കൊണ്ടുപോയി. അങ്ങനെ കേസെടുത്തുള്ളതൊക്കെയാണ് പോലീസ് എഫ്ഐആറിൽ പറയുന്നത്. പക്ഷേ അപ്പൊ ഇന്നലെയാണ് സംഭവം നടന്നിട്ടുള്ളത്. കാസർഗോഡ് കുമ്പള ടോൾ പ്ലാസയിൽ ഒരു കാറിൽ നിന്നും ഒരു യുവാവിനെ കുറച്ച് പോലീസുകാർ ചേർന്ന് വലിച്ച് ഇറക്കുന്ന ആ ഒരു ദൃശ്യങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. തൊട്ടടുത്തായിട്ട് ഒരു സ്ത്രീയും 6 മാസം പ്രായമുള്ള ഒരു കൈക്കുഞ്ഞും ഇരിപ്പുണ്ട്. കുറച്ച് പ്രായമായ സ്ത്രീയും അതിനകത്ത് ഉണ്ടായിരുന്നു എന്ന് പറയുന്നു. അപ്പം ഇത്രയും പേരിരിക്കുകയാണ് ഈ കാറിൽ നിന്നും ഈ യുവാവിനെ ബലമായിട്ട് ഈ പോലീസുകാർ വലിച്ചു പുറത്തിറക്കുന്നത്. അപ്പൊ ഇന്നലെ ഈ യുവാവിനെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോവുകയും വിട്ടയക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. കേസ് എടുത്തിട്ടില്ല. അപ്പൊ ഈ യുവാവിനെ പോലീസുകാർ ഇങ്ങനെ പൊക്കിയെടുത്തോണ്ട് പോകുമ്പോൾ കുറച്ച് ആൾക്കാർ ആ കാറിൽ ബാക്കിയുണ്ട്. സ്ത്രീകളായിട്ടുള്ള പ്രായമായ സ്ത്രീയും അതുപോലെ 6 മാസം പ്രായമുള്ള കൈക്കുഞ്ഞുമൊക്കെ ഉണ്ടായിരുന്നു. അവരെങ്ങനെ പോകും? അവരുടെ ഉത്തരവാദിത്വം എന്തുകൊണ്ട് ഈ പോലീസുകാർ നോക്കിയില്ല? ഈ കാർ ഓടിച്ചിരുന്ന യുവാവിനെ പൊക്കിയെടുത്തോണ്ട് കൊണ്ടുപോകുമ്പോൾ ഈ കാറിൽ ബാക്കി ഉണ്ടായിരുന്നവർ എങ്ങനെ പോകും? അല്ല, അവർ പിന്നെ എന്ത് ചെയ്യും എന്നൊന്നും എന്തുകൊണ്ട് ഈ പോലീസുകാർ ചിന്തിച്ചില്ല? ഈ പുറത്തുവിട്ട CCTV ദൃശ്യങ്ങൾ വൈറലാകുകയും മാധ്യമങ്ങൾ അത് ഏറ്റെടുക്കുകയും സോഷ്യൽ മീഡിയ ഏറ്റെടുക്കുകയും പ്രശ്നം രൂക്ഷമാവുകയും ചെയ്തപ്പോൾ പോലീസുകാർ FIR ഇട്ടു. FIR ഇട്ടിരിക്കുന്നത് ഇങ്ങനെയാണ്: ഈ ചെറുപ്പക്കാരൻ പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി അവിടെ നിൽക്കുകയായിരുന്നെന്നും പോലീസുകാരെ കണ്ടിട്ട് ഓടിപ്പോകുന്ന ചെറുപ്പക്കാരനെ ഇവർ ഓടിച്ചിട്ട് പിടിച്ച് കൊണ്ടുപോയതാണ്. ആ ദൃശ്യങ്ങളാണ് മാധ്യമങ്ങൾ കണ്ടത്, സോഷ്യൽ മീഡിയ കണ്ടത് എന്നൊക്കെയാണ് പോലീസുകാർ FIR ഇട്ടിരിക്കുന്നത്. ഞങ്ങൾ എന്താ മണ്ടന്മാരാണോ? കാറിൽ നിന്ന് ബലമായിട്ട് ആ മനുഷ്യനെ പിടിച്ച് വലിച്ച് ഇറങ്ങാൻ കൂട്ടാക്കാത്ത ആളെ പിടിച്ച് വലിച്ച് തലയിൽ പൊക്കി വെച്ചോണ്ട് 4-5 പേര് ചേർന്ന് തലയിൽ പൊക്കി വെച്ചോണ്ട് പോകുന്ന ദൃശ്യങ്ങളൊക്കെ വളരെ വ്യക്തമാണ്. അപ്പൊ ഏതൊരു കേസും വളച്ചൊടിച്ച് നിങ്ങളുടെ ഇഷ്ടപ്രകാരം FIR ഇട്ട് കേസ് എടുക്കാനും ഒക്കെ നിങ്ങൾക്ക് കഴിയും. അപ്പൊ അതിനൊക്കെയുള്ള അധികാരമായിരിക്കും നിങ്ങൾ ഇട്ടിരിക്കുന്ന ഈ കാക്കി കുപ്പായം. അപ്പൊ മാധ്യമങ്ങൾ തന്നെ പറയുന്നുണ്ട്, ഇങ്ങനെയുള്ള ഇഷ്യൂ മുമ്പും അവിടെ ഉണ്ടായിട്ടുണ്ട്. ഒരുപാട് പ്രശ്നങ്ങൾ നടക്കുന്ന ഒരു ടോൾ പ്ലാസയാണ്. അപ്പൊ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ കാറ് നിർത്തിയിട്ടിരിക്കുകയാണ്. പ്രശ്നം നടക്കുകയാണെന്നുണ്ടെങ്കിൽ മറ്റ് സ്ഥലങ്ങളിലൂടെ വാഹനം കടത്തിവിടുകയും ഈ പ്രശ്നം അവിടെ നടക്കുക, അല്ലെങ്കിൽ പോലീസുകാർ അവിടെ സ്ഥിരമായിട്ടുണ്ട്, അപ്പൊ അത് പ്രശ്നങ്ങൾ പിന്നീട് പരിഹരിക്കുകയൊക്കെ ചെയ്യാം. അപ്പോഴും യാത്രക്കാർക്ക് തടസ്സമാവാതിരിക്കാൻ മറ്റ് വഴികളിലൂടെ യാത്രക്കാരെ മറ്റു വാഹനങ്ങൾ കടത്തിവിടുകയും ചെയ്യാമായിരുന്നു എന്ന് മാധ്യമങ്ങളും അവിടെ അടുത്തുള്ള ആൾക്കാരും ഒക്കെ പറയുന്നുണ്ട്. പക്ഷെ അങ്ങനെയൊന്നും ചെയ്യാതെ ഈ പോലീസുകാർ ഓടി വന്ന് കാറിൽ ഇരുന്ന ആളെ പിടിച്ചു വലിച്ചു കൊണ്ടുപോവുകയും ആ കൈക്കുഞ്ഞുണ്ട്, അതുപോലെ പ്രായമായ സ്ത്രീകളുണ്ട്. ജനങ്ങൾക്ക് സുരക്ഷിതത്വം കൊടുക്കേണ്ട പോലീസുകാരാണ് ഈ വിധം അക്രമം കാണിച്ചിരിക്കുന്നത്. അവിടെ പ്രശ്നങ്ങൾ നടക്കുകയാണ്. അപ്പൊ ഈ ചെറുപ്പക്കാരനുമായിട്ട് സംസാരിച്ചപ്പോൾ ഈ ചെറുപ്പക്കാരൻ പറയുന്നുണ്ട്, പോലീസുകാർ അവിടെ കുറച്ച് ദിവസം കൊണ്ട് ഡ്യൂട്ടിക്കുണ്ട്, അവിടെ പ്രശ്നങ്ങളാണ്, ടോൾ പ്ലാസയിലെ പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്. അപ്പം പോലീസുകാരൻ ഇങ്ങനെയാണ്. ഈ ചെറുപ്പക്കാരൻ്റെ അടുത്തേക്ക് വന്നപ്പോഴത്തേക്ക് പോലീസുകാരൻ പറയുന്ന വാക്കുകൾ, ഞങ്ങളിവിടെ വെയിലും കൊണ്ട് നിൽക്കുമ്പോൾ നീയൊക്കെ AC ഒക്കെ ഇട്ട് കാറിൽ സുഖിച്ച് വന്നിട്ട് ഇങ്ങനെയൊക്കെ കാണിക്കുന്നു എന്നും പറഞ്ഞിട്ട് ഈ പോലീസുകാരൻ ചീത്ത പറയുകയും വലിച്ചിറക്കുകയൊക്കെ ആയിരുന്നു എന്ന് ഈ ചെറുപ്പക്കാരൻ പറയുന്നുണ്ട്. അപ്പൊ പോലീസുകാരോട് ഞങ്ങൾ പറഞ്ഞിട്ടാണോ നിങ്ങൾ വെയിലത്ത് നിൽക്കുന്നത്? നിങ്ങൾ വെയിലത്ത് നിൽക്കുന്നെങ്കിൽ മാസാമാസമുള്ള ശമ്പളം നിങ്ങളുടെ അക്കൗണ്ടിലേക്കാണ് വരുന്നത്, നിങ്ങളുടെ വീട്ടിലേക്കാണ് വരുന്നത്. എന്തായാലും നിങ്ങൾ വെയിൽ കൊണ്ടാലും മഴ കൊണ്ടാലും നിങ്ങൾ എടുക്കുന്ന ജോലിക്ക് കൃത്യമായ ശമ്പളം നിങ്ങൾക്ക് സർക്കാർ തരുന്നുണ്ട്. അപ്പൊ നല്ലൊരു ശമ്പളമൊക്കെ വാങ്ങിച്ചിട്ട് ഈ വെയിൽ കൊണ്ടു മഴ കൊണ്ടു എന്നൊക്കെ പറഞ്ഞിട്ട് സാധാരണക്കാരുടെ മണ്ടയ്ക്കോട്ട് കുതിര കയറാൻ വരാനായിട്ട് ആരാണ് നിങ്ങൾക്ക് അധികാരം തന്നത്? അപ്പൊ സാറുമാര് പറഞ്ഞല്ലോ AC ഇട്ട് കാറിൽ വന്നിട്ട് ഹുങ്കത്തരം കാണിക്കുന്നു എന്നൊക്കെ സാറുമാര് പറയുന്നുണ്ടല്ലോ. അപ്പൊ ഞങ്ങള് മണിക്കൂറുകളോളം ഈ ടോൾ പ്ലാസയിൽ കാശ് കൊടുത്തിട്ട് പോകുന്ന ഞങ്ങള് മണിക്കൂറുകളോളം വെയിറ്റ് ചെയ്ത് കിടന്നിട്ടുണ്ട്. വെയിറ്റ് ചെയ്ത് കിടന്നിട്ടും കാശ് കൊടുത്ത് പോയ അവസ്ഥകളുണ്ട്. ഈ ടോൾ കൊടുത്തിട്ട് ഞങ്ങൾ ഏത് റോഡിൽ കൂടിയാണ് യാത്ര ചെയ്യുന്നത്? നല്ല റോഡാണോ? കുണ്ടും കുഴിയും ഒക്കെയുള്ള റോഡിൽ കൂടി വളരെ തിക്കിലും തിരക്കിലും പെട്ടിട്ടാണ് ഞങ്ങൾ യാത്ര ചെയ്ത് വരുന്നത്. നമ്മൾ ആ വീഡിയോ കാണുമ്പോഴത്തേക്ക് നമ്മൾ എന്താണ് വിചാരിക്കുന്നത്? ഏതോ തീവ്രവാദിയോ അല്ലെങ്കിൽ കൊലക്കേസ് പ്രതിയോ പിടികിട്ടാ പുള്ളിയോ അങ്ങനെയുള്ളവരെയൊക്കെ പിടിച്ചോണ്ട് വരുന്ന രീതിയിലാണ് ഈ പോലീസുകാർ ഇത്രയും കഷ്ടപ്പെട്ട് കുറച്ച് പോലീസുകാർ ഇങ്ങനെ ചെന്ന് നിന്ന് ബലമായിട്ട് പിടിച്ചിറക്കിക്കൊണ്ട് പോകുന്നത്. പക്ഷെ പിടിച്ചോണ്ട് പോയി പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി മണിക്കൂറുകൾ കഴിഞ്ഞിട്ടാണ് ഇദ്ദേഹത്തിനെ വിട്ടയക്കുന്നത്. അത്രയും സമയം ഈ കാറിൽ ഉണ്ടായിരുന്ന പ്രായമായ സ്ത്രീകളും 6 മാസം പ്രായമായ കൈക്കുഞ്ഞും ഒക്കെ ഇങ്ങനെ അനാഥരായിട്ട് ആ വഴിയരികിൽ ആ റോഡിൽ നിൽക്കുകയാണ്. അപ്പൊ അതൊന്നും പോലീസ് ചിന്തിക്കുന്നില്ല. അപ്പൊ എന്തായാലും അവര് DGPക്ക് പരാതി കൊടുത്തു. അങ്ങനെ പരാതി കൊടുത്തപ്പോഴാണ് നമ്മുടെ സാറുമാര് ഇങ്ങനെ ഒരു FIR ഇട്ടത്. ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകേണ്ട പോലീസുകാർ അവരാണ് ഇത്രയും ക്രൂരത ഈ പ്രായമായ സ്ത്രീകളോടും ആ കൈക്കുഞ്ഞിനോടും ഒക്കെ കാട്ടിക്കൂട്ടിയത്. ഇവരെ നിയമപാലകർ നല്ല വിളിക്കേണ്ടത്, കാക്കിയിട്ട ഗുണ്ടകൾ എന്ന് വേണം വിളിക്കാൻ.